ത്രിയേക ദൈവത്തിന് സ്തുതി. വചനവിചാരത്തിൻ്റെ ഈ ലക്കത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. ഞാനും പിതാവും ഒന്നാകുന്നു. പ്രാർത്ഥിക്കും. ദൈവമായ കർത്താവേ, തിരുവചനത്തിനാൽ നിൻ്റെ കൃപയും നിൻ്റെ സ്വരൂപത്തെയും നിൻ്റെ സ്വഭാവത്തെയും ഞങ്ങൾക്ക് അറിയിച്ചു തന്നതിൻ്റെ സ്നേഹത്തിനായ സ്തുതി. അതിൻ്റെ തുടർച്ച ഓരോ നിമിഷവും ആയിരിക്കാൻ ഈ ധ്യാനത്തിലൂടെയും ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ. തൃത്വ ഞായർ ആയിട്ടൊക്കെ നമ്മൾ ആചരിക്കുന്ന ഒരു പ്രത്യേക ദിവസമാകുന്നുവല്ലോ. തൃത്വം സ്നേഹത്തിൻ്റെ കൂട്ടായ്മ എന്ന തലത്തിലാണ് നാം ഇന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്. തൃത്വം എന്ന പദം നമ്മൾക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് നേരിട്ട് സാധിക്കുകയില്ല. എന്നാൽ വേദപുസ്തകത്തിൻ്റെ വായനയിലൂടെയും വേദപുസ്തകത്തിൻ്റെ വിവർത്തനത്തിലൂടെയും ആണ് സഭ തൃത്വം അല്ലെങ്കിൽ തൃത്വവിശ്വാസത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകുന്നത്. തൃത്വം ഒരിക്കലും ഒരു ദൈവ വിശ്വാസത്തിലേക്കോ ത്രിതല ദൈവവിശ്വാസത്തിലേക്കോ അല്ല നമ്മളെ ക്ഷണിക്കുന്നത്, മറിച്ച് ത്രിയേക ദൈവവിശ്വാസത്തിലേക്ക് ആണ് നമ്മളെ ആകർഷിക്കുന്നത്. 3 വ്യക്തിത്വങ്ങൾ, 3 ന്യൂമകൾ, 3 നാമങ്ങൾ, അവയിലൂടെയാണ് തൃത്വം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഒരു ഭവനത്തിലെ ഒരു പിതാവ് ആ ഭവനത്തിൽ മകനായും ആ ഭവനത്തിൽ ഒരു ഭർത്താവായും ആ ഭവനത്തിൽ ഒരു പിതാവായും ശുശ്രൂഷകൾ ചെയ്യുന്നത് പോലെ ആ 3 തലങ്ങൾ ഉള്ളതുപോലെയാണ് നമ്മൾക്ക് തൃത്വത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. 3 വ്യക്തിത്വങ്ങളും ഒരു വ്യക്തിയും എന്ന തലത്തിൽ നമ്മൾക്ക് തൃത്വത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തൃത്വത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡെഫിനേഷനും എലാബറേഷനും നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് നിഖ്യാവിശ്വാസ പ്രമാണത്തിലൂടെയാണല്ലോ. 1700 സംവത്സരങ്ങൾക്ക് മുൻപ് സഭയെ പഠിപ്പിക്കുവാനും സഭയുടെ വിശ്വാസത്തെ സാംശീകരിപ്പാനും സഭയുടെ വിശ്വാസ രീതികളെ തൃത്വത്തിൽ ആകർഷിച്ച് കേന്ദ്രീകരിപ്പാനും സഭാപിതാക്കന്മാർ നമ്മൾക്ക് നൽകിയ ദാനമാണ് ഇത്. തൃത്വത്തിൻ്റെ നന്മകളെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് ഈ നാളുകളിൽ ഈ ധ്യാനത്തിലൂടെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം സഭയുടെ ആദിമ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട സുവിശേഷം എന്ന തലത്തിൽ അതിൻ്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അനിവാര്യതയാണ്. പേഴ്സിക്യൂഷൻ, അതായത് പീഡനം, സഭാവിശ്വാസികൾക്കെതിരെ അഴിച്ചുവിട്ടപ്പെട്ട ഒരു നാള് ആണ് ഇത്. ഈ നാളുകളിലൊക്കെയും പ്രയാസങ്ങളും പ്രതികൂലതകളും നിമിത്തം സ്നേഹം വറ്റിപ്പോയിക്കൊണ്ടിരുന്നപ്പോൾ സഭാവിശ്വാസികളെ സ്നേഹത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും ഐക്യമത്യത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ കൂട്ടായ്മയുടെ അനിവാര്യതയെക്കുറിച്ചുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഈ വേദഭാഗം മുൻപോട്ട് പോകുവാനായിട്ടാണ് ശ്രമിക്കുന്നത്. തൃത്വം പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന തലങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പിതാവ് എന്താണ് സ്നേഹത്തിലൂടെ നമ്മളോട് ചെയ്തത് എന്ന് നമുക്ക് ധ്യാനിക്കാം. പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചു. അങ്ങനെ അയക്കുവാൻ കാണിച്ച സ്നേഹമാണ് ഇന്ന് സഭയുടെ നിലനിൽപ്പിന് കാരണമായത്, ഇന്ന് സൃഷ്ടിയുടെ വീണ്ടെടുപ്പിന് കാരണമായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്രകാരം അയക്കുന്നതിലൂടെ പിതാവ് തൻ്റെ സൃഷ്ടിയോട് ഒപ്പം നിൽക്കുകയും സൃഷ്ടിയോട് കൂടെ സഹവർത്തിക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് സ്നേഹത്തിൻ്റെ ഒരു നിദാനവും ഒരു സ്നേഹത്തിൻ്റെ ഒരു മാതൃകയുമായി ഭവിക്കുവാനായിട്ട് ഇടയാകുന്നു. കർത്താവ് ഈ ലോകത്തിൽ സാധ്യതകളെ കണ്ടാണ് പുത്രനെ അയക്കുന്നത്. ഈ ലോകത്തിൽ സാധ്യതകളെ കണ്ടാണ് സൃഷ്ടി പോലും നിവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാഴും ശൂന്യമായി കിടന്ന ഇടങ്ങളിൽ നിന്ന് അതിനെ നന്ന് എന്നുള്ള അവസ്ഥയിലേക്ക് കർത്താവ് തൻ്റെ സൃഷ്ടി പ്രക്രിയയിലൂടെ എല്ലാം ഭംഗിയായി ചെയ്യുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം തൻ്റെ സാധ്യതകളോടുള്ള പ്രതികരണം തൻ്റെ സ്നേഹത്തിലൂടെ താൻ നിവർത്തിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുത്രൻ നമ്മളെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ പുത്രൻ്റെ അരുളപ്പാടുകൾ, അല്ലെങ്കിൽ പുത്രൻ്റെ
വെളിപാടുകളിലൂടെ നമ്മൾക്ക് സ്നേഹം മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പുത്രൻ്റെ വിനയത്തിലൂടെയാണ്. കർത്താവ് തന്നെത്താൻ താഴ്ത്തി ദാസവേഷം എടുത്തു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. തനിക്ക് ഉള്ളത് മുറുകെ പിടിക്കണമെന്ന് നിർബന്ധം പിടിക്കാതെയാണ് അപ്രകാരം കർത്താവ് ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇത് ചെയ്യുന്നത് കൃത്യമായും പിതാവിനോടുള്ള ബഹുമാനത്തിലും പിതാവിനോടുള്ള ആശ്രയത്തിലും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവാശ്രയം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പിതാവിനോടുള്ള ആശ്രയം ഉണ്ടാകുന്നത് സ്നേഹത്തിൻ്റെ ആധിക്യം മുഖാന്തരം ആണ്. അത് മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഭീതിപ്പെടുത്തുകയോ ഭിന്നിപ്പിക്കുകയോ ചെയ്യുവാനായിട്ടല്ല ശ്രമിക്കുന്നത്, മറിച്ച് കർത്താവ് തൻ്റെ പിതാവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് അയക്കുവാനും പകരുവാനും ആണ് ഇടയാകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിതാവിനെ സാക്ഷീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പുത്രനിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പുത്രൻ്റെ വിധേയത്വവും നമ്മൾക്കിവിടെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. സ്നേഹം വിധേയത്വത്തെ ഉളവാക്കുന്നു. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുമ്പോഴാണ് ആത്മാർത്ഥത തികഞ്ഞ് വരുന്നത്. കർത്താവിൻ്റെ വിധേയത്വം പുത്രനിലൂടെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുമ്പോൾ അത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തെയും പരപ്പിനെയും നമ്മൾക്ക് കാണിച്ച് നൽകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരിശുദ്ധ റൂഹ നമ്മളെ വഴി നടത്തുകയാണ്. ഈ നാളുകളിൽ അറിവുകളെ തിരിച്ചറിവുകളായും അതേപോലെ തന്നെ ലഭിച്ചതായിട്ടുള്ള സത്യങ്ങളെ നന്മയായുമൊക്കെ നമ്മൾക്ക് മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. ലഭിച്ചതായിട്ടുള്ള അറിവുകളെ തിരിച്ചറിവുകളായും തിരിച്ചറിവുകളെ വിവേചനമായും വിവേചനങ്ങളെ വിശുദ്ധിയായും ഭവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ത്രിയേക ദൈവത്തിൻ്റെ ഏറ്റവും കാലികമായിട്ടുള്ള ഘടകം എന്ന തലത്തിൽ പരിശുദ്ധ റൂഹായെ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് കരുതി മറ്റ് രണ്ടും കാലികമല്ല എന്ന് ഇവിടെ പറയുകയില്ല. ഇന്ന് പരിശുദ്ധ റൂഹ നമ്മളോട് സംവദിക്കുകയും ചെയ്യുന്ന ഒന്നാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സത്യത്തെ അസത്യത്തിൽ നിന്ന് തിരിച്ചറിയുവാൻ സത്യത്തിൻ്റെ ആത്മാവായി നമ്മളോട് കൂടെ ഭവിക്കുന്ന പരിശുദ്ധ റൂഹായെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. സത്യം അസത്യത്തിൽ നിന്നും മാറി നിൽക്കുന്നത് സ്നേഹത്തിൻ്റെ ആധിക്യം മുഖാന്തരം മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ അസത്യത്തിൻ്റെ വലയത്തിൽ ആയിപ്പോകും. അത് തീർച്ചയായും സ്നേഹത്തെ ഇല്ലാതെയാക്കും എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് തന്നെ നമ്മളെ നന്മയിലേക്കും നമ്മളെ ഭീതിയില്ലായ്മയിലേക്കും നമ്മളെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന പരിശുദ്ധ റൂഹ നമ്മളെ തികച്ചും സ്നേഹത്തിൻ്റെ ഒരു നല്ല മാതൃക കാണിച്ചു തരുന്നതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വിവരങ്ങളെ വിവേചനമായും വിവേചനങ്ങളെ ജീവിത വിശുദ്ധിയുടെ ഭാഗമായുമൊക്കെ രൂപപ്പെടുത്തുവാൻ ഇന്നും പരിശുദ്ധ റൂഹ നമ്മളോട് സംവദിക്കുന്നു എന്ന തലത്തിൽ മനസ്സിലാക്കാനായിട്ട് ഇടയാകണം. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പറയുന്നത് പോലെ നിബ്യന്മാരിലൂടെയും സ്ലിഹന്മാരിലൂടെയും അവരോട് സംസാരിച്ചവനായ പരിശുദ്ധ റൂഹ ഇന്ന് നമ്മളോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ കരുതലോടെ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾക്ക് ആ സ്നേഹം ഏറ്റുവാങ്ങുവാൻ നമ്മുടെ കാതുകളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പരിച്ഛേദനം ചെയ്യാം. ആ നന്മകളിൽ ഉൾക്കൊള്ളുവാനായിട്ട് നമ്മൾക്ക് ഇടയാകാം. ഈ സമയത്ത് നമ്മൾക്ക് അതിനായി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആമേൻ.